ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു നല്ല നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഏതാണ്ട് 4-5 ആഴ്ച കഴിഞ്ഞു. ഏതാണ്ട് ഒരു മാസവും ഒരാഴ്ച 2 ആഴ്ച കൂടെ കഴിഞ്ഞു ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ ഡിസംബർ 25 എൻ്റെ ഹോളിഡേ പ്രമാണിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിലോട്ട് പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒട്ടും സന്തോഷമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിദേശത്തെ രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ പെട്ടെന്ന് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നാട്ടിലെ ഓരോ കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് മിങ്കിൾ ചെയ്ത് വരാൻ ഒരിത്തിരി സമയമെടുക്കും. അത് അങ്ങനെ കാണുന്നവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് അവന് ഗമയുണ്ടായിട്ടായിരിക്കും എന്നൊക്കെയുള്ളതായിരിക്കും. പക്ഷെ അതല്ല അതിൻ്റെ കാരണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ദിനം പ്രതി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ പെട്ടെന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അതാണ് സംഭവിക്കുന്നത്. ഞാനിവിടെ സന്ദർഭവശാൽ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിൽ ചെന്നു. സന്തോഷമായിരുന്നു. മാതാവിനെ കണ്ടു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ഫാദർ പണ്ട് മരിച്ചു പോയതാണ്. അപ്പം എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. 83 വയസ്സോളമുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായി ഞങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. എന്നാൽ 4ാമത്തെ ദിവസം എനിക്ക് പുറത്തോട്ടൊന്ന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു ഹോണ്ട ആക്റ്റീവ എന്ന് പറഞ്ഞ സ്കൂട്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മൂത്ത മോൾ അവിടെ ഉണ്ടായിരുന്നു, ഡാനിയ. അവളോട് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചു. എനിക്കറിയാം അവൾക്ക് എന്നെപ്പോലെ തന്നെ ഒരു റിസ്ക്കുകൾ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോനെ ഓടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഇടവഴിയുണ്ട് അകത്തോട്ട്, മെയിൻ റോഡൊന്നുമല്ല. അപ്പം അതുവഴി ഓടിച്ച് പഠിപ്പിക്കാൻ വേണമെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുഞ്ഞിനെ അങ്ങനെ ഒന്ന് ഓടിച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവൾ തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ ആ കൊച്ചു വഴിയിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചു. കുറേ നേരം കഴിഞ്ഞു. ഏതാണ്ടൊരു 1/2 hour 45 minutes ഒക്കെ ഞങ്ങൾ ഓടിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഡാനിമോൾ പഠിച്ചു തുടങ്ങി. നന്നായിട്ട് വണ്ടി ഓടിച്ചു. അപ്പം എനിക്ക് കോൺഫിഡൻസ് എനിക്ക് കൂടി. അവൾക്ക് കൂടിയിട്ടില്ല, എനിക്ക് കൂടി. അപ്പോൾ ഞാൻ നമുക്കൊരു ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് നീ പുറത്തോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡെന്ന് പറഞ്ഞാലും ഒത്തിരി വണ്ടി അങ്ങ് തേരാപ്പാര പോകുന്നൊരു വഴിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ടാറിട്ട റോഡാണ്. എന്നാൽ അതുവഴി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചു. ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ ബാക്കിയിരുന്നു. അപ്പം ഷൂ ഇട്ടിട്ടില്ല. വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകൾ തന്നെ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് പോയി. 2 പ്രാവശ്യം റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ദൂരം വെച്ച് ഞങ്ങൾ ട്രിപ്പ് ചെയ്തു. എന്നതിന് ശേഷം ഇച്ചൂടെ പോകാമെന്ന് കണ്ടിട്ട് ഞാൻ അവിടെ ഒരു അണ്ടർപാസ്, ഒരു ബൈപ്പാസ് റോഡുണ്ട്. ബൈപ്പാസ് നല്ലൊരു അണ്ടർപാസ്, ഓവർ ബ്രിഡ്ജാണ്. അതൊരു ഒട്ടും ശാസ്ത്രീയമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു അണ്ടർ പാസ് അല്ല അത് ഒത്തിരി പ്രശ്നങ്ങൾ. കറ്റോട്ട്, ഞാൻ എൻ്റെ വീട് തിരുവല്ലയിൽ കറ്റോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഈ പറയുന്ന ആക്സിഡൻറ്റ് നടന്നത് കറ്റോട്ടും ഇരുവള്ളിപ്പുറ എന്ന് പറയുന്ന റോഡിലാണ് എൻ്റെ ആക്സിഡൻറ്റ് നടന്നത്. അത് കറ്റോട്ടിൽ നിന്ന് തിരുമൂല എന്ന് പറയുന്ന ചെങ്ങന്നൂർ റോഡിലോട്ട് ചെന്ന് കയറാൻ വേണ്ടിയുള്ള ഒരു വഴിയാണത്. അപ്പോൾ ആ വഴിക്കുള്ള സ്ഥലമാണ് ഇരുവള്ളിപ്പുറ. അവിടെയാണ് എൻ്റെ വീടിരിക്കുന്നത്. അപ്പം അവിടെ ആ ബൈപ്പാസ് നേരത്തെ ഞങ്ങൾ റെയിൽവേ ക്രോസ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പിന്നത്തെ കുറേ നിയമങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇത് അണ്ടർപാസൊക്കെ വന്നത്. പക്ഷേ ഒട്ടും ശാസ്ത്രീയമായിട്ട് പണിത ഒരു വഴിയല്ല. അതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന സമയത്ത് ആ അണ്ടർപാസ് പിന്നെ യാത്രായോഗ്യമേ അല്ല. അതിന് ഓടയൊന്നും പണിയാതാണ് അത് ചെയ്തത്. അതൊത്തിരി രസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബംഗാളികളുടെ പണികളൊക്കെ ഫോട്ടോ എടുത്ത് നമ്മൾ പ്രദർശിപ്പിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും കഷ്ടമായിട്ട് ഒരു എൻജിനീയറിങ്ങും ഇല്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വഴിയാണത്. ഒരു അണ്ടർപാസാണ് ഈ ഞങ്ങൾ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. അതുവഴി വണ്ടി ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങി. അപ്പം ഡാനിമോൾ നന്നായിട്ട് തന്നെ അവിടെ വണ്ടി കൺട്രോൾ ചെയ്തു. പക്ഷേ കുറച്ച് അവൾ ഇറക്കം അങ്ങോട്ട് അതിനകത്തോട്ട് ഇറങ്ങുന്ന ഭാഗം ഫുൾ കോൺക്രീറ്റാണത്, ഹാർഡ് കോൺക്രീറ്റാണ്.
അപ്പം ഞങ്ങൾ അതിനകത്തോട്ട് ഇറങ്ങിയപ്പം എന്തോ ഒരു കൺഫൈൻഡ് സ്പേസിൻ്റെ ഒരു ഇതുണ്ടായതാണോ അതോ കല്ലേ കയറിയപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കുഞ്ഞ് ആക്സിലേറ്റർ ഹൈ ആയിട്ട് കൊടുത്തു. വണ്ടി ഇറക്കമാണ്, കുറച്ച് ഇരുട്ടുണ്ട്. ഇതിനകത്തോട്ട് വണ്ടി ആദ്യമേ സൈഡിലോട്ടാണ് ഒരഞ്ഞത്. അപ്പോൾ ആ ഒരഞ്ഞു. അതിനുശേഷം വണ്ടി റൈറ്റിലോട്ട് പോയി. റൈറ്റിൽ വണ്ടിയൊന്നും ഓപ്പോസിറ്റ് വരാഞ്ഞത് ഭാഗ്യം. നേരെ ചെന്നു. അവിടെ ചെന്നിട്ട് അവൾ പെട്ടെന്ന് ഞാൻ പിന്നെ എത്തി കയറി പിടിച്ചിട്ട് മാക്സിമം ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഡാനിമോൾ തിരിച്ചു തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഏതായാലും തിരിച്ചു വീണ്ടും ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കാല് വെച്ച് കോൺക്രീറ്റേൽ ഭിത്തിയിൽ ആഞ്ഞ് ചവിട്ടി. ഞങ്ങളുടെ വണ്ടി വീണു, റൈറ്റ് സൈഡിലോട്ട് വീണു. ഞങ്ങൾ വീണ് കിടക്കുന്ന പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് ആ വീണ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു ബോധം എനിക്ക് തിരിച്ചു വന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഒരു രീതിയിൽ അപ്പോഴത്തേക്ക് കുറച്ച് സ്കൂട്ടറുകാരും ബൈക്കുകാരും ഒക്കെ ആ വഴിയെ പോകുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുള്ളതല്ലാതെ ഒരു മനുഷ്യൻ നമ്മളെ കയ്യിലൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആ വന്നവരാരും തയ്യാറായില്ലെന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു അവസ്ഥ. ഞങ്ങൾ രണ്ടുപേരും കിടക്കുകയാണ്. അപ്പം ഒരാൾ വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എനിക്ക് തമാശയായിട്ട് തോന്നി, എന്തിനാണ് ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. അപ്പനും മോളും ആണോ എന്ന് ചോദിച്ചു. അത് മാത്രമുണ്ട് ഒരു വർത്താനം എന്നോട് പറഞ്ഞത്, അപ്പനും മോളും ആണോ? ഞാൻ പറഞ്ഞു ആണോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം കേട്ടോ എന്നൊരാൾ ബൈക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തതെന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഒരു 19 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ, ഏതാണ്ട് ഒരു യങ് ഏജിലുള്ളൊരു പയ്യൻ, അവനൊരു ബൈക്കിൽ അതുവഴി വരിക. അവൻ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ മറിഞ്ഞു കിടന്ന സ്കൂട്ടർ അവൻ്റെ കൈ കൊണ്ട് വലിച്ചു പൊക്കി സൈഡിലോട്ട് സ്റ്റാൻഡേ വെച്ചു. ഞങ്ങളെ ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്തു. അത്രയും ചെയ്തത് ആ ഒരു പയ്യൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ബൈക്കിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ വിശേഷം അന്വേഷിച്ചതല്ലാതെ ഒരു കാര്യത്തിലും അവർ ഞങ്ങളുടെ ഇടപെടുകയോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്തില്ല. അതൊരു സങ്കടകരമായ അവസ്ഥ ഞാൻ ഇതിൽ കൂടെ നിങ്ങളോട് പറയുക. പെട്ടെന്ന് മോള് പാനിക്കായി. ഞാൻ അവളെ ഹഗ് ചെയ്ത് നിർത്തി. കാരണം അവൾ പെട്ടെന്ന് സ്ഥലകാലം അറിയാതെ അവളിങ്ങനെ പാനിക്കായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ അവളെ എൻ്റെ ദേഹത്തോട് ചേർത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് നിന്നു. എനിക്കറിയത്തില്ല എനിക്കെന്താ സംഭവിച്ചെന്നുള്ളത്. കുഞ്ഞായിരുന്നു എനിക്ക് പ്രയോറിറ്റി. അപ്പോൾ ഞാൻ ഏതായാലും കഴിഞ്ഞു. പെട്ടെന്ന് അവളും ആ നോർമൽ ഇതിലോട്ട് തിരിച്ചു വന്നു. സ്കൂട്ടർ സ്റ്റാൻഡിലിരിക്കുന്നു. ഓടിക്കാമെന്ന് കണ്ടു. ഞാൻ എൻ്റെ ദേഹത്തെ മുറിവുകൾ ഞാൻ കണ്ടു. ചോര പോകുന്നുണ്ട്. ഡാനിമോടെ ദേഹത്തും അവിടെ ഇവിടെ എല്ലാം തുണിയെല്ലാം കീറി ചോര പൊക്കോണ്ടിരിക്കുകയാണ്. ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ള അറിയത്തില്ല. ഏതായാലും നടക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സ്കൂട്ടർ എടുത്തു, കയറി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഓടിക്കാമെന്ന് തോന്നി. അവളെയും കയറ്റി ബാക്കിൽ ഇരുത്തിയിട്ട് ഞാൻ നേരെ എൻ്റെ അടുക്കൽ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പം ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെങ്ങൾ എനിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഇനോവ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഗിയർ വണ്ടിയാണ്. ഞാൻ വണ്ടി ഓടിച്ച് നേരെ അപ്പോൾ ഞാൻ നോക്കുന്ന കാലിൽ കൂടെ ബ്ലഡ് ഒഴുകുന്നു, ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നു. അന്നേരമാണ് മനസ്സിലാകുന്നത് കാലിനെന്തോ പറ്റിയെന്നുള്ളത്. എൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ ആങ്കിളിൻ്റെ ആ ഏരിയയിൽ മാംസം മൊത്തം അങ്ങ് പറഞ്ഞു പോയി. ആരും പെട്ടെന്ന് ഇത് വിചാരിക്കരുത്, ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കാം. അങ്ങനെ സംഭവിച്ചു. ദശ മൊത്തം ആ മാംസം മുഴുവൻ അങ്ങ് പോയി, സോഫ്റ്റ് ടിഷ്യൂസ് മൊത്തം അങ്ങ് പോയി. അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അതിനകത്തോട്ട് എനിക്ക് കാണാം. ഞാൻ പെട്ടെന്ന് ഹോസ് വെച്ച് വെള്ളം അടിച്ച് കളഞ്ഞിട്ട് വെള്ളം കുറേ നേരം അടിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു പെട്ടെന്ന് കുറച്ച് തുണി കൊണ്ട് തരാൻ പറഞ്ഞു. അവർ കൊണ്ട് തുണി കൊണ്ട് തന്നു. അത് വെച്ച് അകത്തോട്ട് വെച്ച് കെട്ടിയിട്ട് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്ത് കെട്ടിയിട്ട് വീണ്ടും അങ്ങനെയാണ് ഞാൻ മോളെയും കൊണ്ട് നേരെ TMM ഹോസ്പിറ്റൽ, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് പുഷ്പഗിരി ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് ഞാൻ കച്ചോട്ടം തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്ക് എനിക്ക് പുഷ്പഗിരിയാണ് കുറച്ചൊരു എളുപ്പം. പക്ഷേങ്കിൽ എന്തുകൊണ്ടോ എനിക്ക് TMM പോകണമെന്ന് അങ്ങ് തോന്നി. ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിലോട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ സായിപ്പിൻ്റെ ആശുപത്രി. ഞാൻ അവിടെ ചെന്നു. അവർ ഞങ്ങളെ പെട്ടെന്ന് അവിടെ നിന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന ദിവസമാണ്. കാരലും സർവീസുകൾ നടക്കുകയാണ് അവിടെ. ഭയങ്കര ആളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ എമർജൻസി ആയതുകൊണ്ട് അകത്തോട്ട് ചെന്ന് കയറി. ഞങ്ങളകത്ത് നിന്നു. സെക്യൂരിറ്റീസാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോയതൊക്കെ. അങ്ങനെ അവിടെ ചെന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെങ്കിൽ ആദ്യമേ അവർ ഞങ്ങളോട് സംസാരിച്ചു. എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ നോക്കുന്നു. ഒരു ഡോക്ടർ കുറേ നേരം കഴിഞ്ഞ ശേഷം ഡോക്ടർ വരുന്നു. ഒരു ലേഡി ഡോക്ടറാണ്. ഞാൻ ഡോക്ടർമാരുടെ പേരിപ്പോൾ പറയാത്തത് അവരെ മോശമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാൻ കാണിക്കുന്ന എൻ്റെ മര്യാദയെന്ന് മാത്രമേ ഉള്ളൂ.
അവർ വന്നു. അവർ വന്നേച്ച് നോക്കി ദേഹത്തെ കാണാൻ പറ്റുന്ന മുറിവുകളൊക്കെ അവർ ഞെക്കിയൊക്കെ നോക്കി. അവിടെ വേദനയുണ്ടോ, അവിടെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ലെഫ്റ്റ് ലെഗിന് വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേദനയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം എൻ്റെ കാല് മരച്ചു പോയവരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എൻ്റെ കാലവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗിയറുള്ള വണ്ടി ക്ലച്ച് ചവിട്ടി വന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാൽ ഡോക്ടർമാരത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. കുറച്ച് പഞ്ഞിയൊക്കെ അതിനകത്തോട്ട് അവർ ഇടിച്ച് കയറ്റി തുണി വെച്ച് കെട്ടി വളരെ ഈസി ആയിട്ട് അവർ ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല പൊക്കമെന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ ആൻറ്റിബയോട്ടിക് എന്തോ എനിക്ക് തോന്നുന്നു സെപ്റ്റിക്കോൾ ഇഞ്ചക്ഷൻ എടുത്തു, ആൻറ്റിബയോട്ടിക്കും തന്നു, ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് വീണ്ടും ഈ ഇനോവ ഓടിച്ചുകൊണ്ട് ഞാൻ വീട് വരെ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം കാലിൽ നിന്ന് ബ്ലീഡിങ് ഭയങ്കരമായിട്ടുണ്ടാകുന്നു, ഹെവി ബ്ലീഡിങ് ഉണ്ടാകുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് അവിടെ മൊത്തം വെറ്റായി. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഈ അതിന് പുറത്തൊട്ടിക്കുന്ന ഒരു തുണി വെള്ളം കയറാത്ത ടൈപ്പ് ബാൻഡേജ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം, ഈ തുണി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൂടെ വെള്ളമൊക്കെ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ബ്ലഡ് അതുകൊണ്ടായിരിക്കും ബ്ലീഡ് ചെയ്യുന്നത്, കുറച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞാൻ ഈ വണ്ടി കൊണ്ട് ഇറങ്ങുകയാണ്. ഈ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി പല മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടും അത് കിട്ടാഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷനിൽ തന്നെ വന്നു. തിരുവല്ല മെഡിക്കൽ മിഷൻ വന്നു, അത് മേടിച്ചു. അവിടുന്ന് കിട്ടി വീട്ടിൽ ചെന്നു. അത് അഴിച്ച് ഇത് കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് മുറിവ് കാണുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത്. അപ്പോൾ വൈഫ് അത് കണ്ടിട്ട് പറഞ്ഞു, ഇത് പറ്റത്തില്ല, ഇത് കുത്തിക്കെട്ടേണ്ടതാണ്, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിങ്ങനെ ഇത്രയും സോഫ്റ്റ് ടിഷ്യൂസ് പോയെടുത്ത് അവരെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വൈഫ് ചോദിച്ചു. അപ്പോൾ ഞാൻ വൈഫിനെ അതിന് മുമ്പ് ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഞാൻ വൈഫും ഉണ്ട്. അന്നേരം ചെന്നു. ഇത് തുറന്ന് കാണിച്ചപ്പോഴാണ് അന്നേരം ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സ് പോയി, നൈറ്റിലുള്ള വേറെ ഡോക്ടേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ വന്നിട്ട് ചോദിച്ചു, ഇത് ആരാ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയല്ലോ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരമൊക്കെ ഉണ്ടായി. എനിക്കും ദേഷ്യം വന്നു, ഞാനും കടിച്ചു പിടിച്ചുകൊണ്ട് കുറേ രീതിയിൽ സംസാരിക്കേണ്ട വന്നു. എനിവേ ഇതെല്ലാം കഴിഞ്ഞ് അവർ കുത്തിക്കെട്ടാൻ തീരുമാനിക്കുന്നു. അപ്പം ഇത് ക്ലീനിങ് എന്ന് പറഞ്ഞതിനകത്ത് ഫോറിൻ ബോഡി ഉണ്ടോ ഇല്ലയോ, ഫോറിൻ ബോഡി എടുത്ത് മാറ്റേണ്ട രീതിയിലുള്ളൊരു ക്ലീനിങ്ങോ വാഷിങ്ങോ ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. അപ്പം എന്നോട് വേദനയുണ്ടോ എന്ന് മാത്രം ചോദിക്കുന്നുണ്ട്. അവിടെ ഞെക്കി നോക്കും, ഇവിടെ ഞെക്കി നോക്കും, അത്രയേ ഉള്ളൂ, വേറൊന്നും ഇവർ ചെയ്യുന്നില്ല. അതിനുശേഷം കുത്തിക്കെട്ടാവും ഞാൻ പറഞ്ഞു, ഇത് കുത്തിക്കെട്ടാതെ എങ്ങനെ, വൈഫ് പറഞ്ഞപ്പോൾ കുത്തിക്കെട്ടാതെ എങ്ങനെ ഇത് ശരിയാകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുത്തിക്കെട്ടിയേക്കാം എന്നാൽ പിന്നെ എന്ന് പറഞ്ഞ് ഈ ഒരു $1 അല്ലെങ്കിൽ ഒരു രൂപ വലിപ്പത്തിൽ സോഫ്റ്റ് ടിഷ്യൂ മാംസം പോയിരിക്കുന്നിടത്തുനിന്ന് അവർ കുത്തിക്കെട്ടാൻ ശ്രമിക്കുക. അങ്ങനെ അവർ കുത്തിക്കെട്ടാൻ നോക്കി. അവർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വലിച്ച് കുത്തിക്കെട്ടി. അന്നേരം തന്നെ ഞാൻ ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, നിങ്ങളിതിനു മുമ്പ് കുത്തിക്കെട്ടുള്ള മനുഷ്യനാണോ എന്ന് ഞാൻ ചോദിക്കേണ്ട വന്നു. കാരണം ആ കുത്തിക്കെട്ടുന്ന രീതി അങ്ങനെയായിരുന്നു. നമുക്ക് കുറച്ച് ബോധ്യമുള്ളതുകൊണ്ട്, തലയ്ക്കകത്ത് ബുദ്ധിയും ബോധ്യം ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകും. ഒരു കുത്തിക്കെട്ടുക എന്നൊന്നും പറയുന്നത് MBBS അല്ലെങ്കിൽ MD ഒന്നും എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു മുറിവ് കുത്തിക്കെട്ടാൻ പഠിക്കാൻ അത് നന്നായിട്ട് അത് ആർട്ടാണത്, അത് അങ്ങനെ തന്നെയാണത്. അത് ഏത് രീതിയിലും ഞാൻ വാദിക്കും. അപ്പം കണ്ടു പഠിക്കാനേ ഉള്ളൂ. കാര്യം പണ്ടത്തെ കാലത്ത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സൊന്നും അല്ല കുത്തിക്കെട്ടുന്നത്, കമ്പൗണ്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് കുത്തിക്കെട്ടുന്നത്. സോ ദേ ആർ എലിജിബിൾ ഫോർ ദാറ്റ്. അവർക്കത് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ധൈര്യം വേണമെന്ന് മാത്രമേ. എനിവേ ആ ഡോക്ടർ കുത്തിക്കെട്ടിയത് അത്ര ശരിയായിട്ടല്ല. അത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് രണ്ടാമത് ഞാൻ അഴിപ്പിച്ചു, വീണ്ടും കുത്തിക്കെട്ടി. അത് ഒരു പരുവത്തിൽ ഒപ്പിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ തുറന്നു പോയിരിക്കുന്ന ആ അവസ്ഥയെ വലിച്ച് അവർ കുത്തിക്കെട്ടി വീണ്ടും വെറുതെ ബാൻഡേഡ് ചുറ്റി ഞങ്ങളെ വിടുകയാണ്. 3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലീഡിങ് സ്റ്റോപ്പായി. ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ ആ കാല് കൊണ്ട് വീട്ടിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് നല്ല പെയിൻ തുടങ്ങി, കാലിന് ഹെവി പെയിനായി തുടങ്ങി. അപ്പം 3 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3-ാമത്തെ ദിവസം ഡോക്ടറെ കാണാൻ പോയി. മെയിൻ ഡോക്ടറുടെ പേര് പറയാം. എനിവേ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ അരുണിനെ കാണാൻ പോയി. ഡോക്ടർ അരുണാണ് എനിക്ക് തന്ന അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഓർത്തോയുടെ ഹെഡാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം ഇത് കാണുന്നു. കണ്ടിട്ട് എൻ്റെ ചോദിച്ചു, ഇത് പുള്ളിക്ക് ഒരു ബോധ്യവുമില്ല ഇതെവിടുന്നാണ് ഞാൻ വന്നതെന്ന് പോലും. ഇതെവിടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്, ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലൊരു വിവരമില്ലാത്ത കുറച്ച് പേരുള്ള ഒരു ആശുപത്രിയായിപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റും,
അയ്യോ ഇത് ഭയങ്കരമായിപ്പോയല്ലോ, ഇത് ഫോറിൻ ബോഡിയൊക്കെ എടുത്തതാണോ, ഇതിനകത്തുനിന്ന് ആക്സിഡൻ്റ് അല്ലായിരുന്നോ, ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ, ഇത് സ്റ്റിച്ച് ചെയ്തത് ശരിയല്ലല്ലോ എന്നൊക്കെ പുള്ളി ഇങ്ങോട്ട് പറയുക. അപ്പം ഞാൻ പറയും എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിവരം കേട്ട കുറച്ചും ആൾക്കാരുള്ള ഒരു പണി അറിയാൻ വയ്യാത്ത ചിലരുള്ള ഒരു ആശുപത്രിയായി പോയി എന്ന് ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ പേര് TMM വന്നാത്തൊരു, അയ്യോ ഇവിടെയാണോ ചെയ്തതെന്ന് അദ്ദേഹം അതിശയത്തോടെ ചോദിച്ചു. പിന്നെന്താ ഇങ്ങനെയൊക്കെ ഒരു റൂഡായിട്ട്. ഞാൻ പറഞ്ഞു റൂഡല്ല, എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ പിന്നെ ഞാൻ ഏത് രീതിയിലാണ് ഞാൻ പ്രതികരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. എൻ്റെ കാലാണ്, വല്ലവരുടെയും കാലാണെങ്കിൽ എനിക്ക് അതിനെ പ്രതികരിക്കേണ്ട. അദ്ദേഹം പറഞ്ഞു പോട്ടെ മറന്നു കളയാം, കാരണം നമുക്കിനി ഇവിടെ മുതൽ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം, എക്സ്റേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടറെ നിങ്ങളെൻ്റെ റിപ്പോർട്ടൊന്ന് വായിച്ചിട്ടെങ്കിലും വാ, നിങ്ങളെ എൻ്റെ ഫയൽ എടുക്കുമ്പോൾ ഫയലിനകത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും കാണുമല്ലോ. അദ്ദേഹം പെട്ടെന്ന് പോയിട്ട് അതൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പറയുകയാണ് അയ്യോ ഈ കാലിൻ്റെ റിപ്പോർട്ടേ അതിനകത്തില്ല, അങ്ങനൊരു കാര്യം റിപ്പോർട്ടിനകത്ത് എഴുതിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ ദേഹത്തെ കൊച്ചു മുറിവുകൾ, അവിടെ വെച്ച മരുന്നുകൾ, അവിടെ വെച്ച് എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കാലിനെക്കുറിച്ച് ആ റിപ്പോർട്ടിനകത്തേ ഇല്ല. ഇതെല്ലാം നോക്കിയിട്ട് എന്നോട് അപ്പോളജൈസൊക്കെ ചെയ്തു. പക്ഷെ അതുകൊണ്ട് കാര്യമാകുന്നില്ലല്ലോ. എക്സ്റേ എടുക്കാൻ വിടുകയാണ്. എക്സ്റേ എടുക്കാൻ വിടുമ്പോഴും അദ്ദേഹം എൻ്റെ ആംഗിൾ മാത്രമാണ് 4ാമത്തെ ദിവസമാണ് എക്സ്റേക്ക് വിടുന്നതെന്ന് ആലോചിക്കണം. 4 ദിവസം കഴിഞ്ഞൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു മിക്കവാറും പിന്നെ ഇത് ഓപ്പൺ ചെയ്യേണ്ട വരുമായിരിക്കും, നമുക്കിത് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ചെയ്യേണ്ട വന്നാൽ ചെയ്യുക, പക്ഷേ അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്തു. അങ്ങനെയാണ് എക്സ്റേ എടുക്കുന്നത്. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ആംഗിൾ പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആംഗിളിൻ്റെ മാത്രമേ എക്സ്റേ എടുക്കുന്നുള്ളൂ, കാലിൻ്റെ നമ്മുടെ ഫീറ്റിൻ്റെ എക്സ്റേയിലോട്ട് പോകുന്നില്ല. ആംഗിൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തു. അദ്ദേഹം കണ്ടു അതിനകത്ത് എൻ്റെ ആംഗിൾ പൊട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് അദ്ദേഹം പിന്നെ മറ്റൊരു സ്റ്റോറി ഉണ്ടാക്കി, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കാലിന് കുറച്ച് റെസ്ട്രിക്ഷൻ കൊടുക്കാം, നമുക്ക് മൂവ്മെൻറ്റിന് അത് മുറിവിനെ ഹെൽപ്പ് ചെയ്യും കുറച്ച് പിടിച്ച് നിൽക്കാൻ വേണ്ടി, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നും പറഞ്ഞ് അദ്ദേഹം നോർമൽ കാസ്റ്റ് ചെയ്തു, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉള്ള നോർമൽ കാസ്റ്റ് ചെയ്ത് കാല് ബാക്ക് സപ്പോർട്ട് കൊടുത്ത് പിന്നെ ചെയ്ത് അത് അങ്ങനെ ചെയ്ത് വിട്ടു, റെസ്ട്രിക്റ്റ് ചെയ്ത് വിട്ടു. എന്നിട്ട് വിൻഡോ ഉണ്ടാക്കി, പൊട്ടി മുറിഞ്ഞിടം മാത്രം ഒരു വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ട് അദ്ദേഹം വിട്ടു. അടുത്ത 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നപ്പം മുറിവ് കരിയുന്നില്ല, വേദന എനിക്ക് നല്ലതായിട്ടുണ്ട്, കാല് നീരെന്ന് പറഞ്ഞാൽ മന്ത് പോലെ നീര് വെക്കുക കാല് ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ പറഞ്ഞു കാല് നിങ്ങൾ താത്തു വെക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ ഉയർത്തി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉയർത്തി വെക്കണമെങ്കിൽ എത്രത്തോളം ഉയർത്താം, നമ്മുടെ ഹാർട്ടിനേക്കാളും ഉയരത്തിൽ കാല് നിൽക്കുന്ന ഒരു 5-8 തലവണ്ണ വെച്ചിട്ട് അതേ ഹൈറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വെച്ച്. ശരി, അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ വെച്ച് കിടക്കുമ്പോൾ നീരിന് കുറവുണ്ടെന്നേ ഉള്ളൂ, നീര് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നെക്സ്റ്റ് 4 days കഴിഞ്ഞപ്പോൾ ചെന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ കാസ്റ്റ് പറ്റത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഫൈബറിൻ്റെ കാസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈബറിൻ്റെ കാസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ വിടുകയാണ്. എന്നിട്ടും അടുത്ത ഒരു 6 ദിവസം കഴിഞ്ഞ് ചെന്നിട്ടും ഇത് അഴിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് തൃപ്തിയല്ല മുറിവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു ബിനോയ് അത് എല്ല് ചതഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പം നമ്മുടെ നിയന്ത്രണം പോകുന്ന ചില സമയങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അല്പം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള മനുഷ്യരല്ലേ നമ്മൾ. ഈ ഡോക്ടറൊക്കെ സംസാരിക്കുമ്പോൾ അവർ മുന്നിലിരിക്കുന്നവരെ ഒന്ന് മനസ്സിലാക്കി സംസാരിക്കാനെങ്കിലും സാധിച്ചാൽ അത് കുറച്ചുകൂടെ അവർ ഫൂളാകാതിരിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്, അവർ ഫൂളാകാതിരിക്കും. നമ്മൾ മിടുക്കരായതുകൊണ്ടല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ, മനസ്സിലാകുമല്ലോ മനുഷ്യരെന്നുള്ള നിലയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ കണ്ണാടി ചതയുമെങ്കിലേ എല്ല് ചതയത്തുള്ളൂ, ഇല്ലെങ്കിൽ എല്ലിനൊരു സ്വഭാവമുള്ളതായിട്ട് എനിക്കറിയാവുന്ന അതൊന്നിലും ഒടിയും അല്ലെ പൊട്ടും. ഇത് രണ്ടുമായി എല്ലെന്ന് പറയുന്നത് അത്രയും ഹാർഡായിട്ടാണ് എൻ്റെ അറിവ്. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഡോക്ടർ എന്നെ ഫൂളാക്കാൻ നോക്കുകയാണോ അതോ ഡോക്ടർ തന്നെ ഫൂളാകുകയാണോ എന്ന് ചോദിച്ചു. നമ്മൾ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എങ്കിൽ, കുറച്ചറിയാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇവരെത്രത്തോളമാണ് ഒരു രോഗിയെ നശിപ്പിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഡോക്ടറെ ബ്ലെയിം ചെയ്ത് പറയുമല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അദ്ദേഹം ഒരു പക്ഷേങ്കിൽ അദ്ദേഹം ഹെൽപ്ലെസ് ആണ് അവിടെ. കാരണം മുൻപ് ചെയ്ത ഡോക്ടേഴ്സാണ് ഇതെല്ലാം മര്യാദയ്ക്ക് ചെയ്തു വരേണ്ടിയിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവരെല്ലാം ഒന്നുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ TMM എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം എടുക്കാനുണ്ട് ഈ വിഷയത്തിൽ. തിരുവല്ല മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ആശുപത്രിയെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ. ആ ട്രസ്റ്റാണ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോയത്. അവിടുത്തെ കുറച്ച് അലങ്കാരങ്ങളും അവിടുത്തെ കുറച്ച് രീതികളും ഒക്കെ ഹൈഫൈ സെറ്റപ്പ് ആണെങ്കിലും താഴെ ലെവലിലോട്ട് വരുമ്പം ചികിത്സ എന്ന് പറയുന്നതാണ് അവിടുത്തെ മെയിൻ ഉദ്ദേശം. അവിടെ വരുമ്പോൾ അവർ പരാജയപ്പെടുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ.
ഇനി എന്നെപ്പോലുള്ള അനേകം പേർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അവരാരും പറയാൻ സാധിക്കാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതും ആകാം. കംപ്ലൈൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു ലെവലിലോട്ട് വന്നു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നു PRO എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു യങ് ഗൈയാന്ന് തോന്നുന്നു, എന്നെ വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എഴുത്താ, ഞങ്ങളത് ഞാൻ പറഞ്ഞു, കംപ്ലൈൻ്റ് അല്ല ഇത്, എൻ്റെ കൺസേൺ ആണ്. എനിക്ക് എൻ്റെ കാലും കൊണ്ട് ഈ ഭൂമി നടക്കേണ്ടതാണ്. ഞാൻ അന്യരാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അന്യരാജ്യ സിറ്റിസണുള്ള ഒരാളാണ്. എനിക്ക് അവിടെ തിരിച്ചു പോകണം, അവിടെ പോയി ജോലി ചെയ്യണം, ജീവിക്കണം. നിങ്ങൾക്കിത് ഈസി ആയിട്ടൊരു വാക്കുകൊണ്ട് പറഞ്ഞു പോകാം. പക്ഷേ ഞാൻ എൻ്റെ ഈ കാലില്ലെങ്കിൽ എൻ്റെ മുമ്പോട്ടുള്ള ഭാവിയാണ് ബാധിക്കുന്നത്, മുഴുവനായിട്ട് ബാധിക്കുക. അപ്പം ഈ വളരെ ഈസി ആയിട്ട് കംപ്ലൈൻറ്റ് കൊണ്ട് തന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവർ? എൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് അവർക്ക് വേണ്ടത്. എന്ത് കംപ്ലൈൻറ്റാണ് ഞാൻ കൊടുക്കണ്ടേ? അപ്പോൾ എൻ്റെ കംപ്ലൈൻ്റ് അല്ല അവർ സ്വീകരിക്കേണ്ടത്, എൻ്റെ കൺസേൺ അവർ കേൾക്കുക ചെയ്യേണ്ടത്. എന്തായിരുന്നു എൻ്റെ കൺസേൺ? എൻ്റെ കാലിൻ്റെ വേദന, എൻ്റെ പ്രയാസമാണ്, എൻ്റെ കാലിൻ്റെ കൺസേണാണ് എനിക്കുള്ളത്. എല്ലിൻ്റെ പൊട്ടൽ കാര്യങ്ങൾ ഒന്നും മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ ബുദ്ധിമുട്ടിൽ കൂടെ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഏതാണ്ട് ഡിസംബർ 28-ാം തീയതി 2024 കഴിഞ്ഞ ആക്സിഡൻറ്റിന് ശേഷം ഇന്ന് ഞാൻ ഇരിക്കുന്നത് 2025 ഫെബ്രുവരി 14-ാം തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും എൻ്റെ ഈ മുറിവ് ഓപ്പണായിട്ടിരിക്കുകയാണ്, ഇതുവരെയും കരിഞ്ഞിട്ടില്ല. ഞാനപ്പോൾ ശേഷം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. അവർക്ക് ഇനി എനിക്ക് ക്ലിനിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, അതിൽ കൂടെയൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്യണം. ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് എക്സ്റേ എടുത്തപ്പോൾ, അതിനുശേഷം CT സ്കാൻ എടുത്തു. അതിൽ കൂടെയാണ് മനസ്സിലാകുന്നത് എൻ്റെ ഫീറ്റിൻ്റെ ചെറിയ എല്ലുകൾക്കൊക്കെ ക്രാക്കുണ്ട്. അതൊന്നും അവർ കണ്ടുപിടിച്ചിരുന്നേ ഇല്ല. പക്ഷെ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ ഒരു കാസ്റ്റ് ചെയ്തപ്പം അതൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും അവർക്ക് കണ്ടിട്ടേ ഇല്ല, അവരറിഞ്ഞിട്ടില്ല. എത്രത്തോളം നിരുത്തരവാദിത്തപരമാണ് അവരുടെ ഒരു ഇടപാടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയി. ഞാൻ ബെഡിലായിപ്പോയി. ഞാൻ അനേകം ആഗ്രഹങ്ങളും കൊണ്ടാണ് നാട്ടിലോട്ട് ചെന്നത്. അതിന് ഞാൻ ആശുപത്രിക്കാരെ കുറ്റം പറയുന്നില്ല. ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റിപ്പോയി. പക്ഷേ ഒരു ഗുണമുണ്ടായി. ജീവിതത്തിൽ ഒരിക്കലും അത്രയും സമയം എൻ്റെ മാതാവുമായിട്ട് എനിക്ക് ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ല അവധികൾക്കൊക്കെ ചെല്ലുമ്പം. ഇപ്രാവശ്യം അതിന് എനിക്ക് കൂടുതലായിട്ട് ദൈവം സഹായിച്ചു. അതൊരു വലിയ കാര്യമായിപ്പോയി. എൻ്റെ കസിൻസൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ വരുന്നതനുസരിച്ചാണ് സാധാരണ അവരും അവരുടെ അവധികളൊക്കെ എടുക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന കാരണം എല്ലാവരും കൂടെ വൈകിട്ടൊക്കെ ബോറിങ് മാറ്റാൻ ഇവരെല്ലാവരും നമ്മളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും നമ്മളെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തു. പല സ്ഥലങ്ങളിൽ പോയി. പക്ഷെങ്കിൽ നിങ്ങളിലേക്ക് വ്ളോഗായിട്ട് പല വീഡിയോസും കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, ഒന്നും പറ്റിയില്ല. എന്നാൽ കാലൊന്ന് ശരിയായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഞാൻ ചില പോഡ്കാസ്റ്റുമായി നിങ്ങളുടെ മുമ്പിലുണ്ടാവും. കാരണം ഇരുന്ന് ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ട് തന്നെ. സോ ഇതായിരുന്നു എൻ്റെ ഒരു ആക്സിഡൻറ്റിൻ്റെ അവസ്ഥ. എൻ്റെ മോള് എല്ലാം ക്യൂറായി. അവളുടെ ദേഹത്ത് കുഞ്ഞുങ്ങളെല്ലാം അവർ പെട്ടെന്ന് തന്നെ അവരുടെ ദേഹത്തെ എല്ലാം കരിഞ്ഞു, ബ്യൂട്ടിയായി. അവൾ വീണ്ടും ജോലിയിലേക്ക് കയറി. ഞാൻ ജോലിയിൽ ഇതുവരെയും പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കാലിൽ ഷൂ ഇടാൻ പറ്റത്തില്ല. ഷൂ ഇടാതെ ഇവിടെ ജോലിക്ക് പോകാൻ പ്രയാസമാണ്, പറ്റത്തില്ല. എനിവേ, മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. എല്ലാം ശരിയാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ അവസ്ഥ നിങ്ങളോട് ഷെയർ ചെയ്തത്, നിങ്ങൾ കൺസേൺ ആയിരിക്കണം ആശുപത്രികളിൽ പോകുമ്പം എന്ന് പറയാൻ കൂടിയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ ആശംസകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.